ഞായറാഴ്ച ആയിട്ടെങ്കിലും ഒന്ന് പള്ളിയിൽ പോക്കൂടാന്ന് അമ്മ ചോദിച്ചപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ആലോചിക്കുന്നത്. സത്യത്തില് എന്തുകൊണ്ട് റിലീജിയസ് ബേസിൽ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായിക്കൂടാ? ഊഹം തെറ്റിയില്ല. ഹാലോ ഒരു പ്രയർ ആൻഡ് മെഡിറ്റേഷൻ ആപ്പാണ്. ഫെയ്ത്ത് ലൈഫ് ഒരു ക്രിസ്ത്യൻ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമാണ്. അൽബാസ്റ്റർ, ഈസ്റ്റേ ഇത് രണ്ടും റിലീജിയസ് ബേസ്ഡ് സാധനങ്ങൾ മാത്രം വിൽക്കുന്ന ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം. പ്രേ.com അതൊരു പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയാണ്. ഹാലോയും കാമും ഹെഡ് സ്പേസ് എല്ലാം പ്രീമിയം മെമ്പർഷിപ്പുകൾക്ക് സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ആണ്. ഫാത്ത് ലൈഫ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾക്ക് റവന്യൂ അഡ്വർടൈസ്മെന്റ് ആണ്. അതുപോലെ തന്നെയാണ് പെയ്ഡ് പാർട്ട്ണർഷിപ്പുകൾ, സ്പോൺസർഷിപ്സ്, അതുപോലെ ഫെയ്ത്ത് ജേണീസ്, ഈ വിശുദ്ധ നാടുകൾ കാണാൻ പോവുക, അതുപോലെ അങ്ങനത്തെ കുറെ ജേണി. അതുപോലെ തന്നെയാണ് ഫെയ്ത്ത് ലൈഫ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം. ബേസിക്കലി കൺസൾട്ടിങ് സർവീസ് ആണ്. അതായത് ചർച്ച് ബേസ്ഡ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ, അതുപോലെ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ള മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ, ഇതൊക്കെയാണ് അവരുടെ പ്രൊഡക്റ്റ്. അതായത് സാധ്യതകളാണ് പിന്നീട് അവസരങ്ങളായി മാറുന്നത്. പ്രാർത്ഥിക്കണം എല്ലാവർക്കും ഒരുമിച്ച് കൂടിയിട്ട്, അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ആക്കുന്നു, അതിനൊരു പ്ലാറ്റ്ഫോം ആവുന്നു. അതുപോലെ പ്രാർത്ഥനാ സാമഗ്രികൾ വാങ്ങണം, അതിന് ഒരു കിടക്കയിലേക്ക് കൊണ്ടുവരുന്നു, അതൊരു ഇ കൊമേഴ്സ് പോർട്ടലാവുന്നു. അതുപോലെ നമ്മളറിയാത്ത ഇനിയും ഒരുപാട് സ്റ്റാർട്ടപ്പ് സാധ്യതകൾ. കണ്ണു തുറന്ന് നോക്കുക ചുറ്റും, എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റാർട്ടപ്പ് ഐഡിയ തോന്നുകയാണെങ്കിൽ താഴെ കമന്റ്.